28ാമത്തെ ഒരു രാഗമുണ്ട്, ഹരികാംബോജി. 28 ശുദ്ധമധ്യമ രാഗമാണ്. 28ാമത്തെ ശുദ്ധമധ്യമം. ഗമ പദ നിദ പമഗരി സ മഗരി സ പമഗരി സ നിദ പമഗരി സ പദ നിദ മ പദ പ ഗമ പ മ രി ഗമ ഗരി സ സ നി ര നി സ രി ഗമ പദ നിദ പ മ ഗമ ദ പ മ ഗമ. ഷഡ്ജം ചതുർശ്രുതി ഋഷഭം അന്തരകാന്താരം. ശുദ്ധമധ്യമം പഞ്ചമം. ചതുർശ്രുതി ദൈവതം കൈശികി നിഷാദം. സരി ഗമ പദനി സ സാനിധ പമഗരി സ. ഇതാണ് സ്വരസ്ഥാനം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വരങ്ങൾ ഒന്ന് പോവുക? ധനി സ ധനി പദ മ പ പാദനി പദ മ പ ഗമ ഗമ പ ഗമ രി ഗ സരി സനി ധനി സരി ഗമ പദ നിദ പമ ഗമ. ഇങ്ങനെയൊക്കെ വരും. ധനി സരി നി സ നിദ പദ നി സരി ഗമ ഗരി സ നിദ പദ നി ധനി സ സനി സരി സരി ഗമ ഗ രി ഗമ ഗരി ഗരി സ നി ധനി സരി നി സ ധനി പദ മ പ ഗമ രി ഗമ ഗരി സരി ഗമ പദ നി ദ ദ ദ ദ ദ ധ ദ ദ പദ നി ദ പ മ പദ നി ദ പ മ പദ നി ദ പ മ പദ പ മ ഗമ പ മ പദ പദ നി ധ നി സ ധ നി ദ പദ നി നി ദ പ മ പദ ദ പ മ പദ നി നി ദ പ മ പദ ദ പ മ ഗമ പ പ മ ഗരി ഗമ ഗരി സ പ മ ഗരി ദ പ മ ഗ നി ദ പ സ നി ദ രി സ നി ഗരി സ മ ഗരി സ നി ദ നി സ രി ഗമ ഗ രി സ നി ദ നി സ രി ഗമ ഗ ഗ ഗമ ഗ ഗ ഗ ഗ രി ഗമ ഗ രി സ നി ദ നി സ രി ഗമ ഗ ഗ ഗമ ഗരി ഗരി സ നി ദ നി സ ധ നി രി ധ നി ഗരി സ നി ധ നി സ രി ഗമ ഗ ഗ സ രി ഗമ ഗ നി സ രി ഗമ ഗ ധ നി സ രി ഗമ ഗ പദ നി സ രി ഗമ ഗ രി ഗരി സ രി സ നി ധ നി ധ നി ധ പദ പ നി ധ പ സ നി ധ രി സ നി ഗരി സ മ ഗരി പ മ ഗരി സ നി ധ നി ഗരി സ നി ധ നി രി സ നി ധ ധ നി ധ നി ധ പദ നി ധ പ ഗമ നി ധ പ മ പ മ ഗരി രി ഗമ പദ നി സ രി ഗമ ഗരി രി ന ന മൂ ന മൂ ന തദ രി ന തദ രി ന ന ന നോ രി രി ന ന ന രി ന ന തദ രി ന ന ന രി ന ന രി ന ന ന രി 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 ര രി തര രി രി തു രി ന രി 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 ന രി ന
തദരി നന തദരി ന രി നര തദരി ര തദരി ലല്ല. 28. ഇതിൻ്റെ 28 നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന രാഗമാണ് വാചസ്പതി. ഒറ്റ സ്വരത്തിൻ്റെ വ്യത്യാസം. ഹരികാംബോജി വാചസ്പതിയുമായിട്ട് മധ്യമത്തിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മധ്യമം പ്രതിമധ്യമം. പമഗരി സരിഗമ പദനിദ പമഗരി പരാത് പര പരമേശ്വര പരാത് പര വാചസ്പതി. പാഹി ജഗ ജനനി. അപ്പോൾ ഹരികാംബോജിയുമായിട്ട് മായിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ? ബാക്കി എല്ലാ സ്വരങ്ങളും ഒന്ന് തന്നെ. സരിഗമ പദനീസ സനിദബമ എന്ന് പിടിക്കുമ്പോൾ വാചസ്പതി. സനിദബമഗ ഹരികാംബോജി. മറ്റത് സനിദബമ വാചസ്പതി. നിദപദ നിദബമ. മറ്റതോ ഹരികാംബോജിയോ നിദ പദനിദബമഗരി ഹരികാംബോജി. സനി നിദബമ വാചസ്പതി. സനി രി സനിദബമ വനിദ ഹരികാംബോജിയോ സരി ഗരി സനിദബമഗമ പദനിദമഗ ഹരികാംബോജി. അപ്പോൾ മായിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു വാചസ്പതി ഹരികാംബോജിയുമായിട്ട്. സ രി വാചസ്പതി 64. സരിഗമ പദനിദബമ പനിദബമ പദബമ ദദബമ പദബമ പദബമ പദദബമ പദബമ നിദബസ നിദബ നിദബദബമ പദപദ നിദ നിസും സുനിദ പദ നിദബമ പദദബമ ഗമ പമഗരി പമഗരി ദദബമഗരി നിദബമഗരി സനിദബ നിദബമ ദബമഗരി സരിഗമ പമഗ സപമ പമഗരി സരിഗരി ഗമ ഗമ പമ പദ പദ നിദനി സരിഗമ പദനി സരിഗമ നിദ നിസരിഗമ ഗരി സനിദ ദദഗരി സനിദ റിദ നിദബ സനിദബമ വാചസ്പതി. ഹരികാംബോജി സനിദബമ ഗരി ഗമ ഗരി സരിഗമ പനിദ പനിദ പദ പമ പമ ഗമ പനിദ പദ പമ ഗമ ഗരി. അപ്പോൾ മായിൽ മാത്രം വാചസ്പതിയും ഹരികാംബോജിയുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ വാചസ്പതി അത് ഹരികാംബോജിക്കും പിടിക്കും. അത് നീ അവിടെയൊക്കെ ഉണ്ട് ആ കൃതിയിലൊക്കെ ആ സഞ്ചാരം വരും. അപ്പോൾ അത് വാചസ്പതിക്കും പിടിക്കും. ഇത് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വാചസ്പതിയായി. ഇപ്പം മറ്റേ പിടിക്കുമ്പോൾ ഹരികാംബോജിയാവും. അപ്പോൾ ഒരേ പ്രയോഗങ്ങൾ തന്നെ ആ ഒരു മായിലോട്ട് വരുമ്പോൾ മാറിപ്പോവും. രാഗങ്ങളെ തമ്മിൽ മാറ്റും. ധനി സരി ഗരി ധനിത അത് വാചസ്പതിക്കും പിടിക്കാം. ധനി നിതമഗരി നിതമഗരി നരീനാം. അപ്പോൾ ഇതാണ് വാചസ്പതിയും ഹരികാംബോജിയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ 65 ആണെങ്കിൽ കല്യാണിയായി. ഏത്? വാചസ്പതിയുടെ 64, 65 കല്യാണി. അതെങ്ങനെയാ? സരിഗമ പദനീസ പിടിക്കുമ്പോൾ കല്യാണിയായി. വാചസ്പതിയിൽ നിന്നും ഒരു സ്വരത്തിൽ സ രി ഗ മ പ ദ ഒക്കെ ഒന്ന് തന്നെ. നിഷാദം കയറുമ്പോൾ കല്യാണിയായി. പദനീസ സരിഗമഗരി സരിഗമരി സനിദബമ പദനി സരിഗമരി സനി സരിഗരി സനി രി സനി ഗരി സനി
രിരിധനി സരിധനി സനിരിധനി ഗരിധനി റിധനി ധനി ധനി ദപമ നിദപമ ധനി നിദപമ ദദപമ പദപമ പദപമ പദദപമ പദപമ ദപമ ഗരി ഗമ പമ ഗരി ഗമ പദനി ദപമ പദനി ധനി ധനി സരി സരി ഗരി ഗമ ഗരി സഭാമരിധനി പിടിക്കുക. നിഷാദം കയറ്റി പാടുമ്പോൾ വാചസ്പതിയിൽ നിന്ന് കല്യാണിയായി. ബാക്കിയെല്ലാം ഒന്ന് തന്നെ. സ രി ഗ മ പദനീസ്. മനസ്സിലായോ? മറ്റത് പദനീസ് കല്യാണി, പദനിസ സനിധപമഗരീസ വാചസ്പതി, പദനീസ നിധപമഗരീസ കല്യാണി. ഹരികാംബോജിയോ സരി ഗമ പദനി സദനി പദ മാഗരി മാഗരി സരി ഗമ പദനിത ഹരികാംബോജിയായി. അപ്പോൾ കല്യാണി ഹരികാംബോജി വാചസ്പതി കല്യാണി. ഇനിയിപ്പോൾ ശങ്കരാഭരണം ആകുമ്പോഴോ സരി ഗമ പദ. കല്യാണിയും ശങ്കരാഭരണമായിട്ട് ഒരു സ്വരത്തിന് വ്യത്യാസം. ശങ്കരാഭരണം ശുദ്ധമധ്യമം, കല്യാണി പ്രതിമധ്യമം. മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു കല്യാണി ശങ്കരാഭരണമായിട്ട്. അപ്പോൾ ഈ രാഗങ്ങൾ ഓരോന്നായിട്ടുള്ള ആ ഓരോ 1-2 സ്വരങ്ങൾ കൊണ്ട് മാറി ഇങ്ങനെ മാറി 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 പോകുന്നുണ്ടോ? അപ്പോൾ സരി ഗമ പദനീസ ശങ്കരാഭരണം. കല്യാണി സരി ഗമ ഗമ പദനീദ മഗരി മഗരി സ്വരരാഗ സുധാ രസയൂത ഭക്തി പ്രഭാകര വർമ്മസാറിൻ്റെ പാഠമാണത്. സ്വരരാഗ സുധാ രസയൂത ഭക്തി സ്വർഗപവർഗമൂര ഓ മനസ സ്വർഗപവർഗമൂര ഓ മനസ സ്വർഗപവർഗമൂര ഓ മനസ സ്വരരാഗ സുധാ രസയൂത ഭക്തി സ്വർഗപവർഗമൂര ഓ മനസ സ്വരരാഗ സുധാ രസ വർമ്മസാറിന് കോടാനുകോടി പ്രണാമം. അദ്ദേഹമൊക്കെ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹമൊക്കെ കോടാനുകോടി പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു പാടുമ്പോൾ. സ്വരരാഗ എന്ന് വയ്ക്കുമ്പോൾ സാറിനെ എപ്പോഴും ശകാരം ചെയ്യും. അകാരം കേൾക്കട്ടെ അകാരം കേൾക്കട്ടെ അകാരം കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാർ എന്നെ എപ്പോഴും വഴക്ക് പറയും. വഴക്ക് പറയുകയല്ല, നന്നായിട്ട് അകാരം കേൾക്കണ്ടേ നന്നായിട്ട് അകാരം കേൾക്കണ്ടേ എന്ന് പറഞ്ഞ ഇതൊക്കെ അകാരം ഈ സ്വരരാഗസ്വതം പഠിക്കുമ്പോൾ അകാരം കേൾക്കണ്ടേ അകാരം കേൾക്കട്ടെ സ്വരരാഗ എപ്പോഴും സാറ് ഇങ്ങനെ തിരുത്തുമായിരുന്നു. അകാരം നന്നായിട്ട് കേൾക്കണ്ടേ. രസയൂത ഭക്തി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തൊക്കെയാണ്? ഹരികാംബോജി 28, വാചസ്പതി 64, 65 കല്യാണി, 28 ഹരികാംബോജി, 29 ശങ്കരാഭരണം. ഹരികാംബോജി ശങ്കരാഭരണമായിട്ട് സരി ഗമ പദനിസ് ഹരികാംബോജി. കല്യാണിക്ക് പഞ്ചമം വരെ ഒന്ന് തന്നെ സരി ഗമ പദനിസ ഹരികാംബോജി. ശങ്കരാഭരണം സരി ഗമ പദനീസ. നിഷാദം കൂടുമ്പോൾ ശങ്കരാഭരണം.
നിഷാദം കുറയുമ്പോൾ ഹരികാമ്പോജി, ബാക്കിയെല്ലാം ഒന്ന് തന്നെ. സരി ഗമ പദനിസ സരി ഗമ പദനീസ വരുമ്പോൾ ശങ്കരാഭരണം, ഇത് ഹരികാമ്പോജി. അതുകൊണ്ടാണ് ഹരികാമ്പോജിക്ക് ഗാന്ധാരത്തിൽ നിർത്തി അധികം നേരം പാടാനായിട്ട് എന്ന് പിടിച്ചോളണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഗാന്ധാരത്തിൽ നിർത്തി ഹരികാമ്പോജി ഒത്തിരി നേരം പാടി ശങ്കരാഭരണം പോലെ തോന്നും. എന്ന് പിടിച്ച ശങ്കരാഭരണം. അപ്പോൾ ഈ ഗാന്ധാരത്തിൽ അധികം നേരം നിന്ന് കളിച്ചാൽ നമുക്ക് പാടാം, നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഹരികാമ്പോജിയിലേക്ക് പോകും. പക്ഷേ ഗാന്ധാരത്തിൽ അധികം നേരം നിർത്തി അത് ശങ്കരാഭരണത്തിൻ്റെ ഒരു ഏരിയയാണ്. നമ്മൾ വേറൊരാളുടെ ഏരിയയിൽ കയറി നമ്മൾ അധികം കളിക്കരുതല്ലോ. അത് ശങ്കരാഭരണത്തിന് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണത്. അവിടെ ശങ്കരാഭരണം കളിക്കട്ടെ, നമ്മളവിടെ കയറി ആളാവാൻ പോകരുത്. അപ്പോൾ ഹരികാമ്പോജി അത് അവിടെ ഇങ്ങോട്ട് പോരും എന്നല്ല, നമ്മൾ അവിടെ കിടന്ന് വലിയ അഭ്യാസം കാണിക്കേണ്ട. അവിടെ ശങ്കരാഭരണത്തിനുള്ള ഏരിയയാണത്. അത് അവിടെ ശങ്കരാഭരണത്തിന് വേണ്ടി കൊടുക്കുക. അവിടെ കുറേ നേരം പാടിയിട്ട് നമ്മൾ ഹരികാമ്പോജി അവിടെ പോയി വലിയ കളിക്ക് നിൽക്കാതിരിക്കുക. അത് ശങ്കരാഭരണത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക, നമ്മൾ മാറിക്കൊടുക്കുക. ഹരികാമ്പോജി അവിടെ നിന്ന് മാറിക്കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീഴെ ഹരികാമ്പോജിയുടെ ഏരിയ ഏതാണ്? അവിടെ ഹരികാമ്പോജിയുടെ തട്ടകമാണ്. നമ്മൾ അവിടെ കളിക്കുക. പറഞ്ഞു കേട്ടിട്ടില്ല, നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പോയി കളിച്ചാൽ അടി മേടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അത് ഹരികാമ്പോജിക്കുള്ളതാണ്. അവിടെയുണ്ട് നമുക്ക് പദനിസ നിധ വനിത ഗമ വനിത സനിലിത പദനിസ രീസനിത. അപ്പോൾ അതവിടെ ഹരികാമ്പോജിക്കുള്ള ഏരിയയാണ്. സരി ഗമ അത് ശങ്കരാഭരണത്തിനുള്ള ഒരു വിളനിലമാണ്. അത് അവിടെ ശങ്കരാഭരണം ഷൈൻ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഷൈൻ ചെയ്യാൻ തന്നിരിക്കുന്നിടത്ത് നമ്മൾ ഷൈൻ ചെയ്യുക, അല്ലാത്തയിടത്ത് നമ്മൾ മാറിക്കൊടുത്തേക്ക്. ശങ്കരാഭരണം മനസ്സിലായില്ലേ? തദരീ തദരീ ധനിസരീ അപ്പോൾ ഇതാണ് ശങ്കരാഭരണം, ഹരികാമ്പോജി, വാചസ്പതി, മേച്ച കല്യാണി. അപ്പോൾ അത് കല്യാണി. തദ